ഇവിടെ നിർത്തിയ ഓ മാധവ് മാഷ് ആളൊരു എക്സ്പെൻസീവ് ആണല്ലോ. കോസ്മോപൊളിറ്റൻ ക്ലബിലൊക്കെയാണല്ലേ താമസം. മാഷിക്ക് താമസിക്കാലോ. അക്കാഡമി അവാർഡ് വിന്നർ അല്ലേ, ബെസ്റ്റ് ഡ്രാമ മ്യൂസിക് ഡയറക്ടർ. എനിക്ക് ഇത്തരം അപ്പർ ക്ലാസ് ജാടകളൊന്നും ഇഷ്ടമല്ല. ഇവിടൊക്കെ താമസിച്ചാലേ നമ്മുടെ ഉള്ളിലെ മെലഡി പോകും. മെലഡി പോയാ പിന്നെ തൃപ്രയാർ മാധവന്റെ സംഗീതം എന്തിനു കൊള്ളാം? എന്താ ഇവരെ ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ വന്ന കോളേജ് പിള്ളേരാ. ചില്ലറയും തന്നിട്ട് ഇവര് വൈകുന്നേരം അങ്ങ് പോകും. സന്ധ്യ ആവുമ്പോ നിനക്ക് വിശക്കും. കഞ്ഞുകൂടി കുട്ടിക്കുന്ന കമന്റുകളൊന്നും പറയല്ലേ മോനെ. മ്യൂസിക് ഡയറക്ടർ മാധവൻ എവിടെയും താമസിക്കാം, ഏത് ക്ലബിലും പ്രവേശനമുണ്ട്. ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് വാടക വീടും തേടി നടക്കുന്നത് യുവമാർക്ക് വേണ്ടിയാ. ബിക്കോസ് ദീസ് പീപ്പിൾ കാൻറ്റ് അഫോർഡ് എ ക്ലബ് റൂം, കനോട്ട് അഫോർഡ് എ ഹോട്ടൽ റൂം. ദേ ആർ ചീപ്പ് ആൻഡ് പുവർ. ഒരു വാടകക്കാരനെ കാണാനാണ് ഇവിടെ വന്നത്. നിങ്ങൾക്കാർക്കും തിരക്കില്ലല്ലോ. 7 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ എത്തിയാ പോരെ? ഗുഡ് ഗുഡ് ഗുഡ്. മാധവ മാഷ് ആളൊരു തറയാണല്ലേ? വെറും തറയല്ല, കുഴിത്തറ. ഉള്ളത് പറയണല്ലോ. അല്പം മെലഡി കയ്യിൽ. അത് അധികമൊന്നുമില്ല, ഒരു അര പെഗ്. മാധവ് മാഷിനെ എന്തിനാ കലബന്ന് പിരിച്ചുവിട്ടെ? മേരിക്കുട്ടിയെ തോണ്ടിയതിന്. ആരെയും മേരിക്കുട്ടി കൂടെ പാടിക്കൊണ്ടിരുന്ന ആളാ, ഫീമെയിൽ വോയിസ്. മാഷപ്പ ടോട്ടലി ഒരു പൂവാലനാണല്ലേ. നിങ്ങൾക്ക് സിറ്റിയിൽ എന്തിനാ വീട്? നാടക സീസൺ തുടങ്ങുകയാണ്, അതുകൊണ്ട് സോങ് റെക്കോർഡിങ്ങിനും മറ്റും സൗകര്യം സിറ്റി. ഈ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ കൊട്ടും പാട്ടും കേട്ട് കഴിഞ്ഞാൽ ഹോട്ടലുകാരെ സമ്മതിക്കാല്ല. അതാ ഞങ്ങള് വീട് നോക്കുന്നത്. മാത്രമല്ല കാശിന് ലാഭമുണ്ട്. അതെ, ഞങ്ങളുടെ ആശാൻ ഏറാമനൊന്നുമല്ലല്ലോ. ഹലോ, ഗുഡ് ഈവനിങ്. തൃപ്രയാർ മാധവൻ. തൃപ്രയാർ മാധവനോ? അങ്ങനെ ഒരു മെമ്പർ ഇവിടെ ഇല്ലല്ലോ. അതല്ല, ഞാൻ തൃപ്രയാർ മാധവൻ, പ്രശസ്ത നാടക സംഗീത സംവിധായകൻ. ഇവിടെ പാട്ട് കച്ചേരിക്ക് പറഞ്ഞിട്ടുണ്ടോ? സോറി, ഞാൻ പാടാമെന്നല്ല, പിന്നെ ക്ലബിലെ ഒരു മെമ്പറെ കാണാൻ വേണ്ടി വന്ന വൺ മിസ്റ്റർ മാനേജിംഗ് ഡയറക്ടർ പാരമൗണ്ട് ഫാർമസ്യൂട്ടിക്കൽസ്. പേരിതിലില്ല, കമ്പനിയുടെ MD. പാരമൗണ്ട് എന്താ പറഞ്ഞേ? പാരമൗണ്ട് ഫാർമസ്യൂട്ടിക്കൽസ് കേട്ടിട്ടില്ലേ? വലിയ മരുന്ന് കമ്പനിയാ, നിർമ്മാണ വിതരണ ശൃംഖല. അതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് എനിക്ക് കാണേണ്ടത്. ആണോ? അദ്ദേഹം ഇവിടുത്തെ മെമ്പറാ. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ഒരു MD ഇവിടുത്തെ മെമ്പർ അല്ല. ഇത് എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞ. വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കാരണവരൊക്കെ പിടിച്ച് റിസപ്ഷൻ ഇരുത്താന്ന് പറഞ്ഞാ. തനിക്ക് വന്നേ. എന്താ സാറേ? എടോ, ആരോടെ ഈ പാരമൗണ്ട് ഫാർമസ്യൂട്ടിക്കൽസിന്റെ MD? ഇയാള് പറയുന്നത് നമ്മുടെ മെമ്പറാണെന്ന്. പാരമൗണ്ടോ? വലിയ മരുന്ന് കമ്പനിയാ, ഈ നിർമ്മാണ വിതരണ ശൃംഖലകളുള്ള. ഓ, പാരമൗണ്ട് നമ്മുടെ തങ്കപ്പൻപിള്ള സാറാ സാറേ ഇത്. ആര്? നമ്മുടെ മെഡിക്കൽ റപ്പ് തങ്കപ്പൻപിള്ള. വേലയും കൂലിയില്ലാത്ത ആ തൊരപ്പനാണ് ഇയാൾ പറയുന്നത് MD. അതെ സാറേ, അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരാണ് പാരമൗണ്ട്. മിസ്റ്റർ നാരായണൻ, നിങ്ങൾക്ക് ആള് തെറ്റി. എനിക്ക് വേണ്ടത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് അല്ല, പാരമൗണ്ട് ഫാർമസ്യൂട്ടിക്കൽസിന്റെ MD. വലിയ ആളാ. രണ്ടും ഒരാള് തന്നെയാ സാറേ. പാരമൗണ്ടിന്റെ MD, മാനേജർ, ക്ലർക്ക്, പിയൂൺ കം റെപ്രസെന്റേറ്റീവ് എല്ലാം ഒരാള് തന്നെയാ തങ്കപ്പൻപിള്ള സാറ്. ദേ അങ്ങേരാ ടെന്നീസ് ക്ലബിന്റെ അവിടെ വായും പൊളിച്ചിരിപ്പുണ്ട്. അങ്ങേര് അപർണയുടെ പന്ത് കളി കണ്ടോണ്ടിരിക്കുക. ആ തങ്കപ്പൻപിള്ള സാറിന്റെ വീട് വാടകയ്ക്ക് എടുക്കാൻ വന്ന ആളല്ലയോ? അതെ. ആ, ഇങ്ങനെ ഒരാള് വന്നാൽ കൂട്ടിക്കൊണ്ട് ചെല്ലണോന്ന് തങ്കപ്പൻപിള്ള സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാർ വന്നോട്ടെ. മിസ്റ്റർ മാധവൻ, തങ്കപ്പൻപിള്ളയുടെ ഗസ്റ്റ് ആയിട്ട് പോണതൊക്കെ കൊള്ളാം. അയാളുടെ വകയിൽ വല്ല തിന്നുകയും കുടിക്കുകയും ചെയ്താ അയാളുടെ കാശ് കൂടെ താൻ തരേണ്ടി വരും. പറഞ്ഞില്ല എന്ന് വേണ്ട. അതെന്താ? പഴയ പറ്റി തീർക്കാതെ തങ്കപ്പൻപിള്ളയ്ക്ക് ഒരു സോഡ പോലും കൊടുക്കരുതെന്നാണ് കമ്മിറ്റി തീരുമാനം. നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. സാറ് വാ സാറേ. തങ്കപ്പൻപിള്ള സാർ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല. പാവം പൊളിഞ്ഞുപോയി. പുള്ളിക്കാരന്റെ മരുന്നിനൊന്നും ഒരു ചെലവുമില്ല. അല്ല, എങ്ങനെ ചെലവാകും? പുതിയ റെപ്പുകൾ കാറേ നടക്കുമ്പം മീൻ കച്ചവടക്കാരെ പോലെ മോപ്പടിലാണ് പുള്ളിക്കാരന്റെ സഞ്ചാരം. ഡോക്ടർമാർക്ക് എങ്ങനെ വിലയുണ്ടാകാനാ? പാവം. ആ മൂലക്കത്തെ ടേബിളില് പുറംതിരിഞ്ഞ് കിടന്നുറങ്ങുന്നതാണ് തങ്കപ്പൻപിള്ള സാറ്. പാവം സാർ പകല് മുഴുവൻ ആശുപത്രികൾ തോറും കയറി ഇറങ്ങും. പിന്നെ ദാ അവിടെ വന്ന് തളർന്നങ്ങിരിക്കും. വല്ലവരും ഒരു പെഗ് മേടിച്ചു കൊടുത്താൽ കുടിക്കും, അല്ലെങ്കിൽ അപർണ ഡോക്ടറുടെ പന്തുകളി കണ്ടുകൊണ്ട് അങ്ങ് ഇരിക്കും. അയ്യോ, അതങ്ങനെ വെറും വയറ്റിലിരുന്നോണ്ട് കാണാൻ പറ്റുന്ന ഐറ്റംസ് അല്ല സാറേ. അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഒരു 3 എണ്ണമെങ്കിലും അകത്തിയിടണം. അല്ല, നമ്മൾ ഇതിന് ഈ സെറ്റ് സംസാരിക്കുന്നത്. ആ സാറ് വന്നായിരുന്നു നടക്കട്ടെ, വന്നോട്ടെ. സാറേ തങ്കപ്പൻപിള്ള സാറേ, സാറേ തങ്കപ്പൻപിള്ള സാറേ, നല്ല ഉറക്ക സാറേ. ഓ, ദേ അന്നദാതാവ് എത്തിയിരിക്കുന്നു. അരിപ്രസനത്തിന് സൊല്യൂഷൻ തൃപ്രയാർ മാധവൻ.